നമസ്കാരം കൂട്ടുകാരെ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ മുഴുവനായി കണ്ടു തീരുമ്പോൾ നിങ്ങളുടെ സ്കിൻ കെയർ പ്രശ്നങ്ങളുടെ ഒരു 90% തീർന്നു കിട്ടും. എല്ലാവർക്കുമുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് മുഖത്തിട്ടാൽ പെട്ടെന്ന് അലർജി വരും, മുഖം ചുവന്നു തടിക്കും, അല്ലെങ്കിൽ കുരുക്കൾ വരും. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. കാരണം ഇതെല്ലാം ഏത് ടൈപ്പ് സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ വാങ്ങാനും പറ്റും. അത്രയ്ക്ക് കുറഞ്ഞ വിലയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കാരണം കുറഞ്ഞ പൈസ മുടക്കി നിങ്ങളെ കൂടുതൽ സ്റ്റൈലിഷും സ്മാർട്ടും ആക്കുക എന്നതാണ് ഈ ചാനലിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് തുടങ്ങിയാലോ? ടിപ്പ് 1: ഫേസ് വാഷ്. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം പറയാം. അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ അറിയണം. ഇന്ത്യയിൽ ഒരു 60-70% ആളുകളും ഇപ്പോഴും മുഖം കഴുകാൻ സാധാരണ സോപ്പാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ കൂട്ടുകാരെ, മുഖത്ത് സോപ്പ് ഉപയോഗിക്കുന്നത് എത്രത്തോളം അപകടമാണെന്ന് നിങ്ങൾക്കറിയാമോ? അതിൽ സോഡിയം ലോറൽ സൾഫേറ്റും പാരബണുമുണ്ട്. ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ചിലർക്ക് അറിയില്ല. SLS, പാരബൺ എന്നിവ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ചർമ്മം പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും, കൂടുതൽ ഡ്രൈ ആവും, സെൻസിറ്റീവ് ആവും, ചുവന്നു തടിക്കും. അങ്ങനെ നിങ്ങളുടെ ചർമ്മ പ്രശ്നങ്ങൾ ഇരട്ടി വേഗത്തിൽ കൂടും. ഇത് ഒഴിവാക്കാൻ നിങ്ങളൊരു നല്ല ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ ഉപയോഗിക്കണം. അത് നിങ്ങളുടെ ചർമ്മം ആഴത്തിൽ വൃത്തിയാക്കാൻ സഹായിക്കും. മുഖക്കുരു, കറുത്ത പാടുകൾ, നിറം മങ്ങൽ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളെയും അത് ശരിയാക്കും. ഇതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ചേരുവകളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഫലപ്രദമായ ചേരുവകൾ സാലിസിലിക് ആസിഡ്, ലിക്കോറിസ് എക്സ്ട്രാക്ട്, പിന്നെ നൈസിനമൈഡ് എന്നിവയാണ്. ഈ 3 ചേരുവകളും നിങ്ങളുടെ ചർമ്മത്തിൽ അത്ഭുതങ്ങൾ കാണിക്കും. പല ഫേസ് വാഷുകളിലും ഇത് പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഒപ്പം ലിക്കോറിസ് എക്സ്ട്രാക്ട് ചർമ്മത്തിന് നല്ല തിളക്കം നൽകുന്നു. ഇതിനായി നല്ല റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുക. അത് വാങ്ങുന്നതിന് മുൻപ് ഗൂഗിളിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ടിപ്പ് 2: മോയ്സ്ചറൈസർ. ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. കൊറിയൻകാരുടെയും നമ്മൾ ഇന്ത്യൻകാരുടെയും ചർമ്മം തമ്മിലൊരു പ്രധാന വ്യത്യാസമുണ്ട്. അതുപോലെ തിളക്കമുള്ള ചർമ്മവും സാധാരണ ചർമ്മവും തമ്മിലുള്ള വ്യത്യാസവും അതുമാണ്. ആ വ്യത്യാസം എന്താണെന്നറിയോ? തിളക്കവും ഈർപ്പവും. ആരോഗ്യമുള്ള ചർമ്മത്തിൽ ഈ പറഞ്ഞ തിളക്കവും ഈർപ്പവും ഉണ്ടാകും. അങ്ങനെയുള്ളവരുടെ ചർമ്മം ഒരു ഗ്ലാസ് പോലെ കാണാം. പക്ഷെ ഒരുപാട് പേർക്ക് ഇത് കിട്ടാറില്ല. അതിൻ്റെ പ്രധാന കാരണം നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ നോൺ കൊമിഡോജനിക് ആകണം. അതുപോലെ ലൈറ്റ് വെയ്റ്റും ആയിരിക്കണം. കാരണം അത് നിങ്ങളുടെ ചർമ്മത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യണം. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മുഖം നന്നായി നനഞ്ഞതും വൃത്തിയുള്ളതുമായിരിക്കണം. ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം വൃത്തിയാക്കിയ ശേഷം നന്നായി തുടച്ച് മോയ്സ്ചറൈസർ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് 1 മിനിറ്റ് വിരലുകൾ കൊണ്ട് നന്നായി മസാജ് ചെയ്യുക. ഇത് ചർമ്മത്തിലെ രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും. ടിപ്പ് 3: സിറം. മൂന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം നിങ്ങളുടെ ചർമ്മ പ്രശ്നങ്ങൾ മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് സിറം. സിറം നിങ്ങളുടെ ചർമ്മം വളരെ വേഗത്തിൽ ആഗിരണം ചെയ്യും. ഇത് ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അതുവഴി നിങ്ങളുടെ ചർമ്മത്തിന് ഒരു തിളക്കം കിട്ടും. അതുകൊണ്ട് സിറം ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. വലിയ മോഡലുകളും സെലിബ്രിറ്റികളും എല്ലാം സിറം ഉപയോഗിക്കുന്നുണ്ട്. ഫേസ് സിറമുകൾ പലതരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നവയാണ്. നിങ്ങളുടെ ചർമ്മത്തിന്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. എല്ലാ സിറമുകളും നമുക്ക് ആവശ്യമില്ല. ഓരോ സിറമിനും എന്തു മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഹൈഡ്രേറ്റിംഗ് സിറംസ്. നിങ്ങളുടെ ചർമ്മം വല്ലാതെ ഡ്രൈ ആവുകയാണെങ്കിൽ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയ ഹൈഡ്രേറ്റിംഗ് സിറം ഉപയോഗിക്കാം. ഇത് ചർമ്മത്തിന് നല്ല ഈർപ്പം നൽകി മൃദുവാക്കും. ബ്രൈറ്റനിങ് സിറംസ്. മുഖത്ത് കറുത്ത പാടുകളോ മങ്ങലോ ഉണ്ടെങ്കിൽ വിറ്റാമിൻ സി, നിയാസിനാമൈഡ് എന്നിവയടങ്ങിയ ബ്രൈറ്റനിങ് സിറം തിരഞ്ഞെടുക്കാം. ഇത് ചർമ്മത്തിന് നല്ല തിളക്കം നൽകും. ആന്റി ഏജിംഗ് സിറംസ്. പ്രായം കൂടുമ്പോൾ വരുന്ന ചുളിവുകൾ, വരകൾ എന്നിവ കുറയ്ക്കാൻ റെറ്റിനോൾ, പെപ്റ്റൈഡുകൾ എന്നിവയുള്ള ആന്റി ഏജിംഗ് സിറം സഹായിക്കും. ആക്നി സിറംസ്. മുഖക്കുരു ഉള്ളവർക്കും എണ്ണമയമുള്ള ചർമ്മക്കാർക്കും ഇത് വളരെ ഉപകാരപ്പെടും. ഇതിൽ സാധാരണയായി സാലിസിലിക് ആസിഡ്, നിയാസിനാമൈഡ് എന്നിവ അടങ്ങിയിട്ടുണ്ടാകും. എക്സ്ഫോലിയേറ്റിംഗ് സിറംസ്. ചർമ്മം കൂടുതൽ മിനുസമുള്ളതാക്കാനും പുതിയ കോശങ്ങളെ വളർത്താനും ഇത് സഹായിക്കും. ഇതിൽ AHA, BHA എന്നിവയുണ്ടാകും. സൂത്തിംഗ് സിറംസ്. സെൻസിറ്റീവ് ചർമ്മമുള്ളവർക്ക് ചർമ്മത്തിലെ അസ്വസ്ഥതകൾ മാറ്റാൻ സീക്ക, കറ്റാർവാഴ എന്നിവയുള്ള സൂത്തിംഗ് സിറം ഉപയോഗിക്കാം. ഫേമിംഗ് സിറംസ്. ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടഞ്ഞ് മുറുക്കമുള്ളതാക്കാൻ പെപ്റ്റൈഡുകൾ, കൊളാജൻ എന്നിവയടങ്ങിയ ഈ സിറം സഹായിക്കും. ആന്റി ഓക്സിഡന്റ് സിറംസ്. നിങ്ങളുടെ ചർമ്മത്തെ മലിനീകരണത്തിൽ നിന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വിറ്റാമിൻ സി, ഇ, റെസ്വെറാട്രോ എന്നിവയുള്ള ആന്റി ഓക്സിഡന്റ് സിറം ഉപയോഗിക്കാം.
നിങ്ങളുടെ ചർമ്മം ലക്ഷ്യമിടുന്ന പ്രശ്നം ഏതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് സിറം തിരഞ്ഞെടുക്കുക. മുഖക്കുരു ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ട്: സ്വയംഭോഗം. നിങ്ങൾ ഒരുപക്ഷെ ഇത് വിശ്വസിക്കില്ലായിരിക്കും, പക്ഷേ ഇതൊരു ശീലമായി മാറുമ്പോൾ അത് നിങ്ങളുടെ ഉറക്കത്തെയും ആരോഗ്യത്തെയും ബാധിക്കും. കൂടാതെ ഇത് സ്ട്രെസ്, ഡിപ്രഷൻ, ഓവർ തിങ്കിംഗ് തുടങ്ങിയ അവസ്ഥകളിലേക്ക് നിങ്ങളെ എത്തിക്കും. നിങ്ങളുടെ ജീവിതം തന്നെ ഇത് നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ഷേ ആ മാറ്റത്തിന് നിങ്ങൾ കൂടി തയ്യാറാവണം. ഈ ശീലം മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 6 വർഷത്തെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നുണ്ടാക്കിയ ഈ സുപ്പീരിയർ മെൻ ബിൽഡിംഗ് പ്രോഗ്രാം ഇതിനോടകം 3000-ലധികം ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിൻ ചെയ്തു വെച്ച കമന്റിലോ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ ഈ പ്രോഗ്രാമിൽ ചേരാം. ഇതിനെ നിങ്ങൾ ഒരു പ്രൊമോഷനായി കാണരുത്. ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയതിൽ നിന്നാണ് ഞാൻ ഈ പ്രോഗ്രാം ഉണ്ടാക്കിയത്. ടിപ്പ് 4 സൺസ്ക്രീൻ ആണ്. പലരും സൺസ്ക്രീൻ ഇടുമ്പോൾ അവരുടെ മുഖത്ത് ഒരു വെളുത്ത പാട പോലെ കാണാറുണ്ട്. ഇത് കാണാൻ ഭയങ്കര വൃത്തികേടാണ്. അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ നിങ്ങളുടെ ചർമ്മത്തിലേക്ക് വേഗത്തിൽ ആഗിരണം ചെയ്യുന്ന ഒന്നായിരിക്കണം. അതുപയോഗിച്ച ശേഷം നിങ്ങൾക്ക് വളരെ ഭാരം കുറഞ്ഞതായി തോന്നണം. പല സൺസ്ക്രീനുകളും പുറത്തേക്ക് പോകുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പോ 1 മണിക്കൂർ മുമ്പോ തേക്കണമെന്നാണ് നിർദ്ദേശിക്കുന്നത്. ദിവസേനയുള്ള ഉപയോഗത്തിന് സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ SPF 30 അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ളത് നോക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ചർമ്മത്തിന്റെ പ്രത്യേകതകളനുസരിച്ച് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നോക്കാം. നിങ്ങൾ കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും SPF 50+ ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇത് UVA, UVB രശ്മികളിൽ നിന്ന് നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കും. എണ്ണമയമുള്ള ചർമ്മമാണോ എങ്കിൽ ജെൽ അല്ലെങ്കിൽ വാട്ടർ ബേസ്ഡ് കൂടാതെ നോൺ കൊമഡോജനിക് അല്ലെങ്കിൽ മാറ്റ് ഫിനിഷ് നൽകുന്ന സൺസ്ക്രീൻ തിരഞ്ഞെടുക്കാം. ഇത് ചർമ്മത്തിൽ എണ്ണമയമുള്ള തോന്നലുണ്ടാക്കില്ല. ഡ്രൈ ചർമ്മമുള്ളവർക്ക് ചർമ്മത്തിന് ഈർപ്പം നൽകുന്ന ക്രീം അല്ലെങ്കിൽ ലോഷൻ രൂപത്തിലുള്ള സൺസ്ക്രീനുകൾ അനുയോജ്യമാണ്. സെൻസിറ്റീവ് ചർമ്മമാണെങ്കിൽ മിനറൽ സൺസ്ക്രീൻ, ഉദാഹരണത്തിന് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കൂടാതെ ഇതിൽ പെർഫ്യൂം, അതായത് സുഗന്ധമില്ലെന്ന് ഉറപ്പുവരുത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക. കാരണം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളത് എന്നും ഉപയോഗിക്കില്ല. ചില സൺസ്ക്രീനുകളിൽ ചർമ്മത്തിന് കൂടുതൽ ഗുണങ്ങൾ നൽകുന്ന ആന്റി ഓക്സിഡന്റുകൾ, ഉദാഹരണമായി വിറ്റമിൻ സി, ഇ, ഗ്രീൻ ടീ അടങ്ങിയിട്ടുണ്ടാകാം. ടിപ്പ് 5 ലിപ് ബാം. 5ാമത്തെയും അവസാനത്തെയും ടിപ്പ് നിങ്ങളുടെ ചുണ്ടുകൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ചിരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പല്ലുകളും ചുണ്ടുകളുമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചുണ്ടുകൾ ഇപ്പോഴേ ശ്രദ്ധിച്ചു തുടങ്ങണം. ഒരു നല്ല ലിപ് ബാം ഉപയോഗിച്ച് ചുണ്ടുകൾ നനവുള്ളതാക്കുകയും മൃദുവാക്കുകയും ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം അറിവ് പങ്കുവെക്കുന്നത് നല്ലൊരു കാര്യമാണല്ലോ. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. ബൈ.